ഈ ദിവസത്തെ ഏറ്റവും വലിയ വാർത്ത ഏതാണെന്നറിയണ്ടേ? നമ്മൾ നേരെ ബിഗ്ഗസ്റ്റിന്റെ സമയത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ നാട്ടിലെ ഈ തെരുവുനായ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. തെരുവുനായ്ക്കളുടെ കടിയേറ്റ് കേരളത്തിൽ മരണപ്പെട്ടവരുടെ വിവരങ്ങൾ നമ്മളെ ഓരോരുത്തരെയും ഞെട്ടിപ്പിക്കുന്നതുമാണ്. ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മാത്രം തെരുവുനായ ആക്രമണത്തിൽ 106 പേരുടെ ജീവനാണ് നമ്മുടെ സംസ്ഥാനത്ത് നഷ്ടമായത്. 2022 27 പേരും, 2023 25 പേരും, 2024 26 ആളുകൾ തെരുവുനായ്ക്കളുടെ കടിയേറ്റ് മരണപ്പെട്ടു നമ്മുടെ നാട്ടിൽ. തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണത്തിലും ക്രമാതീതമായ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാണാം ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ്. മുതൽ തെരുവുനായ്ക്കളുടെ കടിയേറ്റ കേരളത്തിൽ മരണപ്പെടുന്നവരുടെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. 2012 13 പേരും 2013 11 പേരും തെരുവുനായ്ക്കളുടെ കടിയേറ്റു മരിച്ചു. പിന്നീട് മരണസംഖ്യയിൽ കുറവുണ്ടായി. 2013 മുതൽ 2020 വരെയുള്ള 7 വർഷത്തിനിടയ്ക്ക് 46 പേർക്ക് ജീവൻ നഷ്ടമായി. എന്നാൽ 2021 മുതൽ മരണസംഖ്യ ഉയർന്നു തുടങ്ങി. 2021 11 മരണം റിപ്പോർട്ട് ചെയ്തപ്പോൾ 2022 അത് 27 ഉയർന്നു. 2023 25ഉം 2024 26 പേർക്ക് തെരുവുനായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. 2025 ഇതുവരെ മാത്രം 17 മരണം റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. 2017 1,35,000 പേർക്കാണ് കടിയേറ്റതെങ്കിൽ 2024 എത്തുമ്പോൾ 3,16,000 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. 7 വർഷം കൊണ്ട് കടിയേൽക്കുന്നവരുടെ എണ്ണത്തിൽ ഇരട്ടിയിലധികം വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2023 3,06,000 പേർക്കും 2022 2,88,000 പേർക്കുമാണ് കടിയേറ്റത്. സർക്കാരിന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 2,89,000 തെരുവുനായ്ക്കളാണുള്ളത്. 50,869 തെരുവുനായ്ക്കളുള്ള കൊല്ലം ജില്ലയാണ് ഏറ്റവും മുന്നിൽ. 47,829 തെരുവുനായ്ക്കളുള്ള തിരുവനന്തപുരം ജില്ലയാണ് രണ്ടാമത്. സംസ്ഥാനത്ത് 16 ഇടങ്ങളിൽ ആനിമൽ ബർത്ത് കൺട്രോൾ സെന്ററുകൾ പ്രവർത്തിക്കുമ്പോൾ മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ സെന്ററുകളില്ല. വയനാട് ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് ABC സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. രണ്ടായിരത്തി 2021 കാലഘട്ടത്തിൽ കുടുംബശ്രീയുടെ കീഴിലാണ് വന്ധ്യംകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. അക്കാലയളവിൽ 79,426 നായ്ക്കളെ വന്ധ്യംകരിച്ചു. 2022 മുതൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ വകുപ്പും സംയുക്തമായാണ് ABC പദ്ധതി നടപ്പിലാക്കുന്നത്. 2022-23 19,260 വന്ധ്യംകരണം നടപ്പിലാക്കിയപ്പോൾ 23-24 20,745 നായ്ക്കളിലും 24-25 15,764 നായ്ക്കളിലും വന്ധ്യംകരണം നടപ്പിലാക്കിയിട്ടുണ്ട്. ആസിഫ് മുഹമ്മദ്, ന്യൂസ് മലയാളം, കൊച്ചി.